ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ചാപ്റ്റർ 7 ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ മെക്കാദം റോഡ്സ് വരെ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അപ്പോൾ അതെന്തായാലും കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കുത്തി പൊട്ടിച്ചോളൂ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ മക്കാദം റോഡ്സ് വരെ എടുത്തു. ഇനി നമുക്ക് എടുക്കാനുള്ളത് മേജർ ഹൈവേസ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മേജർ ഹൈവേസ് ഇൻ ഇന്ത്യ. ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ. ഏതൊക്കെയാണ്? ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ ഒന്നാമത്തെ മേജർ ഹൈവേ ആണ് ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ. It is a network of national highways that connect India's major industrial agricultural hubs. അതായത് എന്താണ്? ഇന്ത്യയിലെ മേജർ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ ഹബ്സ് കണക്ട് ചെയ്യുന്ന ഒരു നാഷണൽ ഹൈവേ ആണ് ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ. ദിസ് റൂട്ട് പാസസ് ത്രൂ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ആൻഡ് കവേഴ്സ് 12 സ്റ്റേറ്റ്സ്. എന്താണ് ഈ റൂട്ട്? അതായത് ഈ ഗോൾഡൻ ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്ന റോഡ് ഡൽഹിയിലൂടെയും കൊൽക്കത്തയിലൂടെയും മുംബൈയിലൂടെയും ചെന്നൈയിലൂടെയും കടന്നുപോയി. അതുപോലെ തന്നെ 12 സ്റ്റേറ്റ്സ് കവർ ചെയ്യുന്നുണ്ട്. 12 സംസ്ഥാനം കവർ ചെയ്യുന്നു. അടുത്ത നോക്കൂ, നെക്സ്റ്റ് മേജർ ഹൈവേ ഇൻ ഇന്ത്യ ഏതാണെന്ന് നോക്കാമല്ലോ. നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. North, South and East West corridors. The North South corridor connects Srinagar with Kanyakumari and the East West corridors connect Silchar with Porbandar. എന്താണ് ഈ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ് എന്ന് പറയുന്നത്? തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് കോറിഡോർസ്. അതായത് ഈ സംഭവം എന്ന് പറയുന്നത് ഒറ്റ ഒരു റൂട്ടാണ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒറ്റ ഒരു റൂട്ടാണ്. ആദ്യത്തെ നോർത്ത് സൗത്ത് നോക്കൂ, ഒറ്റ ഒരു റൂട്ടായിട്ട് നേരെ പോവുകയാണ് അല്ലേ. ഇവിടെ നിന്ന് താഴെ എന്താണ് പറയുന്നത്? ശ്രീനഗർ, അതായത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെ കന്യാകുമാരി, അതായത് എവിടെയാണ് കന്യാകുമാരി? തമിഴ്നാട്ടിലെ കന്യാകുമാരിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അത് നമുക്ക് ഇവിടെ ഇതിനകത്ത് വരച്ചത് കാണാൻ പറ്റുന്നുണ്ട്. കന്യാകുമാരി ഇവിടെയുണ്ട്, ശ്രീനഗർ ഇവിടെയുണ്ട്. അപ്പം നോർത്ത് സൗത്ത് എന്ന് പറയുമ്പോൾ ശ്രീനഗറിൽ നിന്നും കന്യാകുമാരിയിലേക്കുള്ളതാണ്. അടുത്തത് നോക്കൂ, ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഈസ്റ്റ് വെസ്റ്റ് കോറിഡോഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതായത് എന്താണ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്? സിൽച്ചാർ എവിടെയാണ്? അസാമിലാണ് സിൽച്ചാർ എന്ന് തോന്നുന്നു. അസാമിലാണ് അല്ല, ഒരു ഭാഗത്ത്, അസാമിൻ്റെ ആ ഒരു ഭാഗത്താണ് സിൽച്ചാർ എന്ന് പറയുന്നത്. സിൽച്ചാറിനെ എന്ത് ചെയ്യുന്നുണ്ട്? പോർബന്ദർ, ഗുജറാത്തിലെ പോർബന്ദറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ് അങ്ങനെ. പിന്നെ ഗോൾഡൻ ക്വാഡ്രിലേറ്ററലിൻ്റെ പിക്ചർ നോക്കൂ നിങ്ങൾ. ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ, അതുപോലെ തന്നെ വേറെ ഏതാ പറഞ്ഞത്? ചെന്നൈ, മുംബൈ ആൻഡ് കവേഴ്സ് 12 സ്റ്റേറ്റ്സ്. 12 സ്റ്റേറ്റ് കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാമല്ലോ. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഷോയിങ് ദ ഇവല്യൂഷൻ ഓഫ് വീൽഡ് വെഹിക്കിൾസ്. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ് റിഗാർഡിങ് ദ ചേഞ്ചസ് ഇൻ റോഡ് ട്രാൻസ്പോർട്ട്. എന്താണ് അതിനെക്കുറിച്ച്? ഈ പിക്ചേഴ്സിനെ കുറിച്ച് നിങ്ങളൊരു പിക്ചേഴ്സ്, അതായത് പണ്ട് കാലം മുതലുള്ള റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു രീതിയിലെത്തിയത് ഓരോന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് നമുക്ക് കാണാം, എന്ത്? ഈ മനുഷ്യൻ പുള്ളേതുകൊണ്ട് പോകുന്ന ഒരു വീൽഡ് കാട്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ പുള്ളേതുകൊണ്ട് പോകുന്ന ഒരു വീൽഡ് കാട്ട്. പിന്നെ സൈക്കിൾ ആണ്. പിന്നെ കാണുന്ന മോട്ടോറാണ്. പിന്നെ ഓട്ടോറിക്ഷ. പിന്നെ പണ്ട് കാലത്തെ കാറ് കാണുന്നുണ്ട്. പിന്നെ ലോറി, ഗുഡ്സ് കൊണ്ടുവന്ന ലോറി.
പിന്നെ KSRTC ബസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ബസ്സാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ബസ്സും കാണുന്നുണ്ട്. അതായത് പണ്ട് കാലത്ത് മനുഷ്യൻ പുള്ളി ചെയ്തുകൊണ്ട് പോയിരുന്നതായിരുന്നു. ഇപ്പോൾ അത് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അതിനെക്കുറിച്ചൊരു നോട്ട് ടീച്ചറുടെ സഹായത്തോടെ ചെയ്യാനെന്നാണ് പറയുന്നത്. ടീച്ചേഴ്സിനോട് ചോദിക്കാം. അടുത്ത നോക്കൂ. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് വെഹിക്കിൾസ് ആൻഡ് റോഡ്സ് ഓൾഡ് ആൻഡ് ന്യൂ. മേക്ക് ആൻ ആൽബം ആൻഡ് ഡിസ്പ്ലേ ഇൻ ദ ക്ലാസ്. എന്താണ്? പണ്ട് കാലത്തെ വെഹിക്കിൾസും ഇപ്പോഴത്തെ വെഹിക്കിൾസിൻ്റെയും പിക്ചർ ശേഖരിച്ചിട്ട് ഒരു ആൽബം ഉണ്ടാക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്. അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്. എന്താണ്? റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ചോദിക്കുന്നത്. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്. പൈസ കുറവാണ് അല്ലേ? എല്ലാത്തിനെയും വെച്ച് നോക്കുമ്പം പൈസ കുറവാണ്. ആക്സസിബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. പ്ലെയിനിൽ ഒരു പൈസക്കാർക്ക് പോകാൻ പറ്റൂ, ഷിപ്പിൽ പൈസക്കാർക്ക് പോകാൻ പറ്റൂ. ബട്ട് എല്ലാ സെക്ഷൻസിലെ ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു ഇതാണ് റോഡ് ട്രാൻസ്പോർട്ട്. ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്സ്. പ്ലെയിനിൽ നമുക്ക് ഈ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് റോഡ് ട്രാൻസ്പോർട്ട്. പ്ലെയിനിൽ നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇപ്പം മുഴക്കുന്നിന്ന് കാക്കിയങ്ങാടേക്ക് പോകണമെങ്കിൽ ഭയങ്കര അടുത്തുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ഇരിട്ടിയിൽ നിന്ന് വിളക്കോടേക്ക് അങ്ങനെയുള്ള സ്ഥലത്തിലാണ് നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കാറ്. ഷിപ്പോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ ഉപയോഗിച്ച് നമുക്ക് അത് ഭയങ്കര പൈസയാണ് അല്ലേ? ഇനി 2 പോയിൻറ്റും കൂടെ എഴുതി ചേർക്കാൻ പറയുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ആ 2 പോയിൻറ്റ്? എന്തൊക്കെയാണെന്ന് നോക്കൂ. ഞാൻ 2 എഴുതിയിട്ടുണ്ട്. ആക്സസ് ടു ഇൻറ്റീരിയർ ഏരിയാസ്, അതായത് ഉൾഭാഗങ്ങളിലേക്ക് നമുക്ക് ഈ ചെറിയ ഇടവഴികളുള്ള ഭാഗങ്ങളിലേക്ക് ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ ചില സ്ഥലങ്ങൾ, അങ്ങോട്ടേക്കെല്ലാം പോകാൻ വേണ്ടി ഫ്ലൈറ്റോ അല്ലെങ്കിൽ ഷിപ്പോ ഉപയോഗിച്ച് പോകാൻ വേണ്ടി നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? റോഡ് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഏരിയാസ് ഉൾസ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താണ്? റോഡ് ട്രാൻസ്പോർട്ട് സഹായിക്കുന്നു. മൾട്ടി പർപ്പസ് സർവീസ്, അതായത് ഒരേ ആവശ്യത്തിനല്ല പല ആവശ്യങ്ങൾക്ക് നമ്മൾ റോഡ് ട്രാൻസ്പോർട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 കൂടെ നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത നോക്കാം. റെയിൽ ട്രാൻസ്പോർട്ട്. എന്താണ് റെയിൽ ട്രാൻസ്പോർട്ട്? നമ്മൾ പഠിച്ചു ലാൻഡ് ട്രാൻസ്പോർട്ടിലെ 2 ഭാഗമാണ് റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെയിൽ ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ്. നോക്കാം. The sight of a train arouses the curiosity of people of all age groups. എന്താണ്? ഒരു ട്രെയിൻ പോകുന്ന കണ്ടാൽ മൂത്ത ആൾക്കാരൊന്നുമില്ല, ചെറിയ കുട്ടികളൊന്നുമില്ല, എല്ലാവർക്കും ഒരു കൗതുകമാണ് അല്ലേ? ഈ ട്രെയിൻ പോകുന്ന കാണാൻ, അതാ ട്രെയിൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി നമ്മൾ നോക്കി നിൽക്കും. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. എന്താണ്? ലാൻഡിൽ, അതായത് നിലത്തൂടെ, അതായത് ലാൻഡിൽ പോകുന്നതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡാണ് റെയിൽ ട്രാൻസ്പോർട്ട്. അത് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ആണ്. ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ് ഏതാണ്? റെയിൽ ട്രാൻസ്പോർട്ട്. ദ റെയിൽവേ സിസ്റ്റം വാസ് ലോഞ്ച്ഡ് ഫസ്റ്റ് ഇൻ ബ്രിട്ടൻ. അപ്പോൾ ഈ റെയിൽവേ ട്രാക്ക് അതിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഈ റെയിൽവേ സിസ്റ്റം ആദ്യമായിട്ട് വന്നത് ബ്രിട്ടനിലാണ്. The locomotive train came into being with the invention of steam engine. സ്റ്റീം എൻജിൻ്റെ കണ്ടുപിടുത്തത്തോടെ ലോക്കോമോട്ടീവ് ട്രെയിനാണ് ഫസ്റ്റ് വന്ന ടൈപ്പ് ഓഫ് ട്രെയിൻ. ഇൻ 1825 ജോർജ് സ്റ്റീഫൻസൺ ബിൽഡ് ദ ഫസ്റ്റ് ലോക്കോമോട്ടീവ് ട്രെയിൻ എൻജിൻ ഇൻ ബ്രിട്ടൻ. എന്താണ്? ജോർജ് സ്റ്റീഫൻസൺ എന്ന ഒരാളാണ് ഫസ്റ്റ് ലോക്കോമോട്ടീവ് ട്രെയിൻ എൻജിന് ബ്രിട്ടനിൽ ഉണ്ടാക്കിയത്. എപ്പോൾ? 1825 കാലഘട്ടത്തിൽ. കോൾ വാസ് യൂസ്ഡ് ആസ് ഫ്യൂൽ ടു റൺ ഇറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ട്രെയിനും ഡീസൽ ട്രെയിനൊക്കെ അതിൻ്റെയൊക്കെ ഓടാൻ വേണ്ടിയിട്ടുള്ള ഇന്ധനം എന്ന് പറയുന്നത് പെട്രോളും ഡീസലും ഇലക്ട്രിക്, അതായത് കറണ്ടൊക്കെയാണ്. പക്ഷെ തുടക്കത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ നിലവിൽ വന്നു തുടങ്ങിയപ്പം അതായത് കൽക്കരി ട്രെയിനായിരുന്നു നിലവിൽ വന്നത്. ലേറ്റർ ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഡീസൽ എൻജിൻസ് ആൻഡ് ഇലക്ട്രിക് എൻജിൻസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ ഫസ്റ്റ് കോളായിരുന്നു വന്നത്. പിന്നീട് ടെക്നോളജീൻ്റെ വളർച്ച കൊണ്ട്
ഡീസലും ഇലക്ട്രിക്കും നിലവിൽ വന്നു. നോക്കൂ, ഇൻ 1825 the world's first railway track was built connecting the cities of Stockton and Darlington in England. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ എന്ന് പറയുന്ന സിറ്റിയും ഡാർലിംഗ്ടൺ എന്ന് പറയുന്ന സ്റ്റോക്ടണിൽ നിന്ന് ഡാർലിംഗ്ടൺ എന്ന സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചത്. ദ വേൾഡ്സ് റെയിൽ ട്രാൻസ്പോർട്ട് commenced by running the locomotive Stephenson rocket built by George Stephenson on this track. ആദ്യമായിട്ട് റെയിൽ ട്രാൻസ്പോർട്ട് റൺ ചെയ്തത് ലോക്കോമോട്ടീവ് ട്രെയിൻ ജോർജ് സ്റ്റീഫൻസൺ ഉണ്ടാക്കിയതാണ്. പക്ഷേ അതിൻ്റെ പേരെന്താണ്? സ്റ്റീഫൻസൺ റോക്കറ്റ് എന്നായിരുന്നു ആ ലോക്കോമോട്ടീവ് ട്രെയിനിന് പേരിട്ടത്. താഴെ നോക്കൂ, ഒരു 6 പിക്ചേഴ്സ് നമ്മളവിടെ കാണുന്നുണ്ട്. ട്രെയിനിൻ്റെ കാലഘട്ടത്തിൽ വന്ന വ്യത്യാസത്തിൻ്റെ 6 ചിത്രങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അവിടെ നിന്ന് എഴുതാനുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രെയിൻസ് ഓഫ് ഈച്ച് എറാസ്. ഓരോ കാലഘട്ടത്തിലെയും ട്രെയിനിൻ്റെ വ്യത്യാസങ്ങൾ അവിടെ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ആദ്യത്തത് ദ ട്രെയിൻ ക്യാരിങ് കോൾഡ്, അതവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പണ്ടുണ്ടാക്കിയത് കൽക്കരി ട്രെയിനായിരുന്നു, കൽക്കരി തീവണ്ടിയായിരുന്നു. രണ്ടാമത്തത് എന്താണ്? എ ക്യാരേജ് പുൾഡ് ബൈ ഹോഴ്സ്, അതല്ലേ ഒരു ഹോഴ്സ്, കുതിരേനെ കൊണ്ട് പുള്ള് ചെയ്യുന്ന ഒരു ക്യാരേജാണിത്. പിന്നെയാണ് ട്രെയിനായിട്ട് മാറുന്നത്. പിന്നെ എന്നാ, കോൾ ട്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ ട്രാവലിംഗ്. പിന്നീട് വരുന്നത് കോൾ ട്രെയിൻസ് ആണ്. ഇത് കോൾ ട്രെയിൻസ് ആണ്. പിന്നീടുള്ളതോ അടുത്തത് ഡീസൽ ട്രെയിനാണ്. ഇത് ഡീസൽ ട്രെയിനാണ്. ഇത് ഇലക്ട്രിക് ട്രെയിനാണ്. ലാസ്റ്റിലത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബുള്ളറ്റ് ട്രെയിനാണിത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് എഴുതണം. ഓക്കെ, നോക്കൂ, ഞാനവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്. എ ക്യാരേജ് പുൾഡ് ബൈ ഹോഴ്സ് അലോങ് എ സ്പെഷ്യൽ ട്രാക്ക്. എന്താണ്? ഒരു ക്യാരേജ്, രണ്ടാമത്തെ പിക്ചർ നോക്കൂ, ഒരു ക്യാരേജ് ഹോഴ്സിനെ കൊണ്ട് പുള്ള് ചെയ്യുന്ന ഒരു ക്യാരേജാണ് അവിടെ കാണുന്നത് അല്ലേ. ഒരു സ്പെഷ്യൽ ട്രാക്കിലൂടെ കുതിര കൊണ്ടുപോകുന്നൊരു വണ്ടിയാണ്. അടുത്തതോ കോൾ ട്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ ട്രാവലിംഗ്. കോൾ ട്രെയിനാണ് ഈ കാണുന്നത്. കോൾ ട്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ ട്രാവലിങ്ങിന് ഉപയോഗിച്ചിരുന്ന കോൾ ട്രെയിൻസ് ആയിരുന്നു. പിന്നീട് ഡീസൽ ട്രെയിൻ, ഇത് ഡീസൽ ട്രെയിനാണ്. അടുത്തത് ഇലക്ട്രിക് ട്രെയിൻ. ഇപ്പോൾ കൂടുതലും ഇലക്ട്രിക് ട്രെയിനും ബുള്ളറ്റ് ട്രെയിനാണ്. ലാസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ. ഓക്കെ, അതത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടി സംഭവമാണ്, കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അടുത്ത് നോക്കൂ. It was the British who started rail transport in India. They transported raw materials and natural sources from India to Europe by sea. ബ്രിട്ടീഷുകാരായിരുന്നു ആദ്യമായിട്ട് ഇന്ത്യയിൽ റെയിൽ ട്രാൻസ്പോർട്ട് കൊണ്ടുവന്നത്. അവരെന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്നും ചരക്ക് യൂറോപ്പിലേക്ക് കടൽ മാർഗം വഴി അയച്ചു. Rail transport in India was started as a means to transport these goods and natural resources to the ports. അപ്പം യൂറോപ്പിലേക്ക് സീ വഴി കടൽ മാർഗ്ഗമായിരുന്നു കൊടുത്തത്. പക്ഷേ ഈ നാച്ചുറൽ റിസോഴ്സസ് ചരക്കെല്ലാം ദൂരെ ഇന്ത്യേൻ്റെ വേറൊരു ഭാഗത്തു നിന്നും ആ അതായത് കപ്പൽ ഇറങ്ങുന്ന സ്ഥലമില്ലേ, പോർട്ട്, ആ പോർട്ടിലേക്ക് തുറമുഖത്ത് കൊണ്ടുപോകണം. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ചതാണ് റെയിൽ ട്രാൻസ്പോർട്ട്. ഇന്ത്യാസ് ഫസ്റ്റ് റെയിൽവേ ബോംബെ നൗ മുംബൈ ടു ട്രെയിൻ 1853. 1853 ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ വന്നത്. അതും ബോംബെ, അതായത് ഇപ്പം മുംബൈ ആണ്. മുംബൈ മുതൽ ട്രെയിൻ വരെയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ. ഫസ്റ്റ് റെയിൽവേ ഇൻ
ഫ്രം ബേപ്പൂർ ടു തിരൂർ 1861. അതായത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ട്രാൻസ്പോർട്ട് 1861 അതെവിടെ നിന്നാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. The railways is the mode of transport that people mainly rely on for their daily travel, transportation of goods and leisure trips. അവർ ജോലി ആവശ്യത്തിന് റെയിൽവേ ട്രാൻസ്പോർട്ടാണ് നമ്മുടെ എല്ലാവരും ആൾക്കാർ അവരുടെ ജോലി ആവശ്യത്തിനുള്ള ട്രിപ്പുകൾക്കും അതുപോലെ അവരുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഡെയിലി ട്രാവലിനും റെയിൽവേ ട്രാൻസ്പോർട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. എ ബ്രോഡ് ആൻഡ് എക്സ്റ്റെൻസീവ് റെയിൽവേ നെറ്റ്വർക്ക് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യ ഈസ് വൺ ഓഫ് ദി കൺട്രീസ് വിത്ത് ദ ലോങ്ങസ്റ്റ് റെയിൽവേ സിസ്റ്റം ഇൻ ദ വേൾഡ്. ഏറ്റവും വലിയ റെയിൽവേ സിസ്റ്റം ഉള്ള കൺട്രിയാണ് ഇന്ത്യ. The metro rail system has been launched in major cities of India to improve transport facilities and reduce air pollution. എയർ പൊല്യൂഷൻ തടയാനും അതുപോലെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിനെ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി കണ്ടുപിടിച്ച ഒരു റെയിൽ ട്രാൻസ്പോർട്ടിൻ്റെ ടൈപ്പാണ് മെട്രോ റെയിൽ. നോക്കൂ, മെട്രോ റെയിൽ വാസ് സ്റ്റാർട്ടഡ് ടു സോൾവ് ദി ട്രാഫിക് ഇഷ്യൂസ് ഇൻ ബിഗ് സിറ്റീസ് ആൻഡ് റിഡ്യൂസ് എയർ പൊല്യൂഷൻ. എന്താണ്? എയർ പൊല്യൂഷനും അതുപോലെ ബിഗ് സിറ്റീസിലുള്ള ട്രാഫിക് ഇഷ്യൂസ് തടയാൻ വേണ്ടിയിട്ടും കണ്ടുപിടിച്ചതാണ് മെട്രോ റെയിൽ. Metro rail system exists in all the major cities of India, including Kolkata, Delhi, Mumbai, Bangalore, Chennai and Kochi. എന്താണ്? ഇന്ത്യയിലെ മേജർ സിറ്റീസായ കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു അതായത് ബാംഗ്ലൂര്, ചെന്നൈ, കൊച്ചിയിലുമാണ് എന്തുള്ളത്? മെട്രോ റെയിൽ സിസ്റ്റം ഉള്ളത്. ബാക്കി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് നമുക്ക് പാർട്ട് 3 ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പം ബൈ.